ഗൈസ്, അപ്പൊ നമ്മുടെ ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മള് കാറിലേക്ക് കയറാൻ പോവാണ്. ഇനിയിപ്പോ ഇവിടുന്ന് നമ്മള് റെന്റിനാണ് കാറൊക്കെ എടുത്ത് പോണേ. അപ്പൊ ഇവിടുന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇപ്പൊ നമ്മളെപ്പോഴത്തേക്ക് ചെല്ലും? അല്ല, മൊത്തം നാളെ രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോ ചെല്ലുമെന്നാണ് നമ്മുടെ ഒരു പ്ലാനിങ്. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ പോവാനായിട്ട് വണ്ടി എടുക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്, സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഇപ്പൊ നമ്മള് പോണ വണ്ടി. നമ്മള് സാധനങ്ങളൊക്കെ കയറ്റി വെക്കട്ടെ. അപ്പൊ നമ്മള് വണ്ടി കയറാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഇന്റർനാഷണൽ ട്രിപ്പാണ്. ഇതുപോലെ കാറൊക്കെ റെന്റൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ട്രെയിനൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മളിപ്പോ ഇതെന്താ ഞാനത് നിങ്ങൾ എന്താ കഴിക്കുമെന്ന്. സമയം ഒരു 6 മണിയൊക്കെ ആയപ്പോട്ടെ നമ്മൾ ഇവിടുന്ന് ഹാനോവറിൽ നിന്ന് യാത്ര തിരിക്കണേ. അപ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്തുനിന്ന് അടുത്തൊരു സിറ്റിയിൽ നിന്ന് നമുക്ക് 2 ഫ്രണ്ട്സിനെയും കൂടെ വിളിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പ്രാഗിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ രാത്രി ഒരു 1 മണി 2 മണി ടൈം ആയപ്പോൾ ഡ്രസ്ഡനിൽ എത്തിയിട്ടോ. അപ്പോൾ ഡ്രസ്ഡനിൽ നിന്ന് ഇനി ഒരു 1-2 മണിക്കൂറും കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാഗെത്തി. അപ്പോൾ ഞങ്ങൾ ഡ്രസ്ഡനിൽ എത്തിക്കഴിഞ്ഞ് രാത്രി എത്തിക്കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ അവിടെ കിടന്ന് ഉറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് കാറിലൊക്കെ കിടന്നുറങ്ങി. രാവിലെ ഉണ്ടായ 2-3 പഴമൊക്കെ കഴിച്ച് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് സുഖമായിരുന്നു. അപ്പോൾ €1 കൊടുത്തു കഴിഞ്ഞാൽ ടോയ്ലറ്റൊക്കെ നമുക്ക് ഇഷ്ടത്തിന് യൂസ് ചെയ്തിട്ട് പോവായിരുന്നു. കുഞ്ഞിയുടെ ജീവിത സാഫല്യമായിട്ടുള്ള സ്ഥലത്ത് കുഞ്ഞ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുക എന്നാണ് പറയണേ. മുഖം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ പ്രാഹ, അല്ലെങ്കിൽ ഗോൾഡൻ സിറ്റി, അല്ലെങ്കിൽ ദ ഹാർട്ട് ഓഫ് യൂറോപ്പ് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രാഗിൽ എത്തിച്ചേർന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഒരു മധ്യകാല യൂറോപ്പിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഗൈസ്, അപ്പോൾ പ്രാഗിൽ വന്നിട്ട് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് കാണാനായിട്ടാണ്. അപ്പോൾ ആസ്ട്രോണമിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു ഹിസ്റ്ററി തന്നെ ഉണ്ട് അതിൻ്റെ പുറകിൽ. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ട്, നമ്മള് ഇതൊക്കെ ഡബ് ചെയ്യട്ടോ ഞാൻ. ആസ്ട്രോണമി പള്ളിയുടെ ഇതിന്റെ പേരിന ക്ലോക്കിന്റെ ആസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് നമ്മള്. അപ്പൊ അത് ഓരോ മണിക്കൂറിലും ടിങ് ടിങ് അടിക്കും. അപ്പൊ അതിന്ന് ഒരു സംഭവം കാണിച്ചു തരാം. അപ്പൊ അതിന്റെ സമയമാകുമ്പോ ഒരു വീഡിയോ അത് കാണിച്ചു തരാം. അതൊക്കെ ഡബ് ചെയ്യാനുള്ള കേട്ടോ. ഞാൻ ചെറിയ റെഫറൻസിന് വേണ്ടി ഞാൻ എടുക്കണേന്നത്. യൂറോപ്പിന്റെ ഓൾഡ് ടൗണിന്റെ ഏറ്റവും മികച്ച മാതൃക ഏതെന്ന് ചോദിച്ചാൽ ഞാൻ അന്നും ഇന്നും പറയും പ്രാഗ്. നമ്മള് പോവാണ്. അതെ, അപ്പോൾ പേര് പോലെ തന്നെ ഈ ക്ലോക്കിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും പൊസിഷൻ കാണാം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ഏറ്റവും മേളിലായിട്ട് ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ യേശുവിൻ്റെ 12 ശിഷ്യന്മാർ വന്ന് നമ്മുടെ നാട്ടുകാരെയൊക്കെ സന്ദർശിച്ചിട്ട് പോകുന്നതായിട്ടുള്ളൊരു സംഭവമാണ് ഇതിനകത്ത് ചെയ്തു വെച്ചേക്കണേ. അപ്പോൾ കാണാൻ നല്ല രസമാണ് കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റുവാണെങ്കിൽ എല്ലാവരും പോയി കാണേണ്ട ഒരു സംഭവമാണിത്. പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മളിപ്പോൾ അടുത്ത് പോണ ആ ബ്രിഡ്ജിന്റെ പേരാണ് ചാൾസ് ബ്രിഡ്ജിലേക്കാണ്. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇതിനെ പല ടൈപ്പ് സംഭവം ഉണ്ട്.
കഞ്ചാവ് ബ്രൗണി കണ്ടല്ലോ. അപ്പൊ ഈ മോളത്തെ ബുഷിന് വളരെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാഗിലെ തന്നെ അത്യാവശ്യം ഏറ്റവും ഉയരത്തിലുള്ളൊരു പാലസിൻ്റെ അടുത്താണ്. അവിടെ നിന്ന് ഞങ്ങൾക്ക് പ്രാഗ് സിറ്റി മൊത്തം കാണാം കേട്ടോ.